എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ കാരമൽ പായസമാണ്. അതിലേക്ക് നീളത്തിലുള്ള സേമിയാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മുറിച്ച് നമ്മൾക്ക് വെക്കാം. ഇതൊരു പാനിലേക്ക് 3 സ്പൂൺ നെയ്യ് ചേർത്ത് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. വറുത്ത സേമിയാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കോരി വെക്കുന്നത്. 1 കപ്പ് സേമിയാണ് നമ്മളിവിടെ പായസത്തിനായി എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലൊരു 5 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതുപോലെ ഒന്ന് പാനിലേക്ക് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തനിയെ തന്നെ അലിഞ്ഞ് ഒരു നല്ലൊരു ബ്രൗൺ കളറാകും. കറുത്ത് പോകണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പായസം കശിക്കും. ഇതുപോലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ഒന്ന് അലിയിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് നന്നായിട്ട് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സേമിയ ഒന്ന് വെന്ത് കിട്ടും. ഇത് വെള്ളത്തിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് വേവും. പാലിലാകുമ്പോൾ ഇത് കുറച്ച് വേവാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യം തന്നെ മധുരം ചേർക്കുന്നത് കൊണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായി കുറുകി വരുമ്പോൾ ഒരു 5 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച ശേഷം സിമ്മാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുറുകാൻ വയ്ക്കാം. അപ്പം നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിരിക്കും. 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവ് നോക്കിയിട്ട് അതുപോലെ വയ്ക്കാം. ഞാനൊരു 15 മിനിറ്റാണ് സിമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ പായസം ഇതുപോലൊന്ന് കുറുകി കിട്ടും. ഒന്ന് തിളച്ച ശേഷം ഇതുപോലൊന്ന് കുറുകി കിട്ടും. ഇനി നമ്മൾ ബാക്കി വന്ന പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്കത് ചേർത്തേണ്ട, ഓപ്ഷനിലാണ്. ഇനി നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് നമ്മൾക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്ക പൗഡർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും കൂടി ചേർത്താവുന്നതാണ്. സേമിയ പായസം ആയതുകൊണ്ട് നമുക്ക് ഏലക്ക പൗഡർ നിർബന്ധമില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് അത് ചേർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് നമ്മൾ ഈ പായസത്തിലേക്ക് വറുത്തുകൊട്ടെ നമ്മുടെ കാരമൽ പായസം റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഒന്ന് ലൈക്കും